ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഡേയിൽ ഞാൻ വന്നിച്ചിരിക്കുന്നത് അമാൽഫി കോസ്റ്റിലാണ്. സോ എൻ്റെ ഈ ബാക്കിൽ കണ്ടു, ഇതാണ് അമാൽഫി കോസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂഷ്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ പെർട്ടിക്കുലർലി ഈ ടൈം ചൂസ് ചെയ്യാൻ തന്നെ കാരണം. അപ്പം ഞാൻ സലേർണോന്നാണ് അമാൽഫിയിലേക്ക് വന്നത്. ബിക്കോസ് ഈ ഒരു ഏരിയസിൽ പിന്നെ നമ്മൾ അക്കോമഡേഷനൊക്കെ നോക്കി അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ നമ്മൾ സലേർണോ എന്ന് വരികയാണെങ്കിൽ നമുക്ക് 1 ഡേ ടിക്കറ്റ് എടുത്താൽ ബസ് 24 hours വാലിഡിറ്റി ഉള്ള ടിക്കറ്റാണ്. ഇനിയിപ്പോൾ അതല്ല ഫെറി ആണെങ്കിലും അതിന് നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ടിക്കറ്റ്സ് ഒക്കെ എടുത്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുന്നേ എൻ്റെ പെർമിസോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ സ്റ്റാമ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള തബാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ്സ് കിട്ടുക. അപ്പം എല്ലാ തബാക്കിയിലും കിട്ടില്ല. ഞാൻ മുന്നേ ഒരു തബാക്കി പോയി, ബട്ട് മോസ്റ്റ് ഓഫ് ദ തബാക്കിൽ കിട്ടേണ്ടതാണ്. സോ ഞാൻ 1 full day പാസ്സാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് നഷ്ടമായിരിക്കും. അപ്പോൾ ഫുൾ ഡേ ഉണ്ടെങ്കിൽ 24 hours വാലിഡേറ്റഡ് ആണ് ഈ പാസ്. ഓക്കെ, ഇനി ബസ് സ്റ്റോപ്പ് എവിടെയാന്നുള്ളത് നോക്കണം. എവിടെയാന്ന് അറിയില്ല. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു ഡീറ്റെയിൽസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചിട്ട് എന്നിട്ടൊക്കെ ഇത് കഴിക്കണം, അല്ലെങ്കിൽ ബസ് കഴിക്കാൻ വിഷമൊക്കെ തുടങ്ങി. സോ ഇതാണ് ബസ് സ്റ്റോപ്പ്. കാരണം ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ള കുറച്ച് പിള്ളേരെ കണ്ടു. അപ്പം ബസ് വരാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. 3 ബസ് വന്നു പോയി. പക്ഷേ ഒരു ബസ് പോലും ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ബസ് നിർത്താണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഇനിയിപ്പം ചിലപ്പം ഈ ബസ് ഓടുന്നുണ്ടാവില്ല, കാരണം നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല, ഡ്രൈവറെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങനെ വിട്ടു. 2ാമത്തെ ബസ് നിർത്തിയില്ല, 3ാമത്തെ ബസ് നിർത്തിയില്ല. പിന്നെയാണ് മനസ്സിലായത് ആൾക്കാർ ഒരുപാടായിട്ട് ഓവർലോഡായിട്ട് ആ സ്റ്റോപ്പിൽ നിർത്താത്തതാണ്. പിന്നെയുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു 30 മിനിറ്റോളം നടക്കേണ്ടി. ബസ്സിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. എന്തായാലും വ്യൂ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ ജേണി അത്യാവശ്യം നല്ല ടയറിങ് ആയിരുന്നു. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യില്ല ബസ് ജേണി. ഫെറി എടുക്കാൻ പറ്റുമെങ്കിൽ ഫെറി തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചുരം കയറ്റലൊക്കെ കുറച്ച് പാടുള്ള സംഭവമാണ്. സോ ബസ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇറക്കിയേക്കുന്നത്. കണ്ടോ, ഇപ്പോഴേ ഇവിടെ സമ്മറിൻ്റെ വൈബ് ഉണ്ട്. കാരണം ഇന്ന് നല്ല സണ്ണിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിൻഡി ആണെങ്കിലും അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമല്ലേ ഈ കടൽ തീരത്തൊക്കെ വന്നിരിക്കാനായിട്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണോ അതോ ഇനി ഇവിടത്തൊക്കെ സീസൺ ആവാറായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. നല്ല തിരക്കായിരുന്നു ബസ്സിലൊക്കെ. അപ്പം ഞാൻ നിന്ന സ്റ്റോപ്പിൽ ഓൾമോസ്റ്റ് മോർ ദൻ 1.5 hours നിന്നിട്ടാണ്. എന്നിട്ട് എനിക്ക് ബസ് കിട്ടിയിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്കൽസ് ബസ് നിർത്തിച്ചു തന്നതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ അവിടെ കുറേ ക്രൗഡ് കണ്ടു. അപ്പം എൻ്റെ ഹോസ്റ്റലിലുള്ള കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലായി, ഓക്കെ ഇത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ബസ് പറഞ്ഞു അടുത്ത ബസ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ബസ്സിന് വല്ല പണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമല്ലോ. പിന്നെ സെക്കൻഡ് ടൈം എന്ത് പറ്റിയെന്ന് വെച്ചാൽ സെക്കൻഡ് ബസ് ഇങ്ങനെ പോയിട്ടോ. പിന്നെ തേർഡ് ബസ് പോയപ്പോൾ ഞാൻ ഇതെന്ത് സംഭവിക്കുന്നത് അപ്പോഴാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇനി എന്താ ചെയ്യുക, വേറെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നടക്കുകയാണെങ്കിൽ കുറേ നടക്കണമല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കാം. എനിക്കാണെങ്കിൽ വലിയ എനർജി ഇല്ല ഇന്ന്. അപ്പോൾ നടക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അവിടുത്തെ കുറച്ചൊരു ലോക്കൽസ് ആയിട്ടുള്ള ഒരു 3-4 ആൾക്കാർ വന്നിങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പോയാൽ മതി, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, അപ്പോൾ നിനക്ക് എന്താണെങ്കിലും ബസ് കിട്ടുന്നൊക്കെ. ഇത് ശരിയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴുണ്ട് ഒരു ബസ്സും കൂടെ വരുന്നത്. അപ്പം ഞാൻ വെച്ചാൽ ഒന്നും കൂടെ ലക്ക് ട്രൈ ചെയ്തേക്കാന്ന്. അപ്പം എന്ത് ചെയ്തു, എൻ്റെ കൂടെയുള്ള ലോക്കൽസ് ഇങ്ങനെ നിർത്തിട്ട് ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കൈ കാണിച്ച് എനിക്ക് വേണ്ടി നിർത്തിച്ചെന്ന് ബസ്സിന്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഞാനിവിടെ എത്തി. നല്ല ക്രൗഡഡ് ആണ് ഇവിടെ. ഇത് കണ്ടോ, ഇതിവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഫുള്ളാണ്. ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ തിരിച്ചുള്ള ബസ് ഇവിടെ നിന്നാണ് കയറണ്ടേ. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടുന്ന് ഇനിയിപ്പിന്ന് ഇത് സലേർണോ ടു അമാൽഫി ഇതൊക്കെ പോയിട്ട് നാളെ സൊറന്റോ എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്നിട്ട് പോസിത്താനോല് പോവാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എനിക്ക് ഇവരിൽ വളരെ ഇഷ്ടമുള്ള കാര്യം അവരെപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. ഈ വരുന്ന വഴിക്ക് ഞാൻ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരാണെങ്കിലും അവരിങ്ങനെ ബാഡ്മിന്റൺ കളിക്കുന്നു എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അവരിങ്ങനെ
എന്താ ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കും എപ്പോഴും അവര്. ആ ഒരു എനിക്ക് ഭയങ്കര അവരിൽ ഇഷ്ടമുള്ള ക്വാളിറ്റിയാണ്. കണ്ടോ, ഇത് ഇവിടുന്ന് ഉള്ള ഇതിന്റെ വ്യൂ ആണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. മൊത്തത്തിലുള്ള ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. ഞാൻ ഈ ഒരു സൈഡിലേക്ക് വന്നു, ഇതിന്റെ അപ്പുറത്തിന് എൻട്രി ഇല്ല. സോ അവിടെ നിന്നുള്ള ഫുൾ വ്യൂ ആണ് നിങ്ങളെ കാണുന്നത്. ഇതേ ഞാനിപ്പോ നടന്ന് നടന്ന് വേറൊരു സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ ആണ്. പക്ഷെ കണ്ടോ, നല്ല തിരക്കാ. എല്ലാരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. കാരണം ഇത് നല്ല ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സമയമാണെന്ന് തോന്നുന്നു. പിന്നെ ഈസ്റ്റർ ഹോളിഡേസ് പ്ലസ് സാറ്റർഡേ. അല്ലാണ്ട് ഏപ്രിലിൽ ഇത്ര തിരക്ക് ഉണ്ടാവില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് ലെമൺ ഫേമസ് ആണ്. ഈ ലെമൺ ചെല്ലെ അല്ലെങ്കിൽ ലിമോൺ ചില്ലെ, അങ്ങനെ എന്താണ് കേട്ടോ എന്റെ പ്രൊനൗൺസിയേഷൻ. പിന്നെ ലിമോൺ സോർബത്ത്. അപ്പൊ അതെന്ന് പറയുന്നത് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തണുത്തൊരു സാധനം, എന്നാൽ ലെമണിനെ കൊണ്ടുള്ള പുളിയായിട്ടുള്ള സാധനം. അത് ഞാൻ മിലാനിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് അതെന്തായാലും വന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു നല്ല ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇനി തണുത്ത കുടിച്ചിട്ട് ഇനി അടുത്തൊക്കെ ആകുമ്പോഴേക്കും തൊണ്ടയ്ക്ക് പണി കിട്ടുമെന്ന് അറിയില്ല. ഇതൊരു ടൂറിസ്റ്റിക് ട്രാപ്പ് ആണ് ടു ബി ഓണസ്റ്റ്. പക്ഷെങ്കിൽ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഞാൻ മിലാന് കഴിച്ചിട്ടുണ്ട്. അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണോ എന്താന്നുള്ളത് നോക്കാലോ. പക്ഷെ എന്താ പ്രശ്നം, അതിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതൽ. അത്രയും പുളി എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അകത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അധികം അങ്ങോട്ട് നടക്കണില്ല. കാരണം ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റുഡ് ഇതൊക്കെ സൂപ്പർ ടൂറിസ്റ്റി ആണ്. കുറെ ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. നമുക്ക് വേറെ അടുത്ത ഏത് പ്ലേസിൽ പോവാൻ പറ്റുന്നുള്ളത് നോക്കാം. We love Indian girls. Okay. Just girls. I love India. Oh. It's to win the I love you, princess. Oh. ഞാൻ വാങ്ങിച്ചു ഗൈസ് ലെമൺ സർബത്ത്. ലെമൺ സോർബ ആട്ടോ, സർബത്ത് എന്നല്ല, അത് എഴുതിയത് അങ്ങനെയാണ്. പക്ഷെ ഇതാണ് സാധനം. നമുക്ക് കഴിച്ചോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിന് ആക്ച്വലി 15 യൂറോ ആണ്. എന്തായാലും ഞാൻ വാങ്ങിച്ചു, കഴിക്കാലോ. നല്ല പുളിയുണ്ട്, അയ്യോ. പക്ഷെ നല്ല രസമുണ്ട് തിന്നാനായിട്ട്. പുളി ഉണ്ടെങ്കിലും എനിക്കൊന്നും ഒറിജിനൽ ലെമണിനെ കൊണ്ട് തന്നെ ഇവർ ഉണ്ടാക്കുന്നതാണ്. കാരണം എനിക്ക് മറ്റേ ലെമണിന്റെ ഇടയിലുള്ള ഫൈബേഴ്സ് പോലത്തെ സാധനം, കുരുവൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഇടയിൽ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും ഞാൻ തീർക്കണം. ഓക്കെ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയത് തീർക്കാൻ. എല്ലാം ഞാൻ തീർത്തോ ഗൈസ്. പക്ഷെ ഇത് കഴിച്ചപ്പോ ഒരു സമാധാനമുണ്ട്. എന്റെ ഛർദി വരുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ മാറി. ഇറ്റാലിയൻ നിന്ന് എന്ത് ഫ്ലേർട്ട് ചെയ്യാന്നറിയോ. ഇന്നലെ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ. മിലാനിലൊന്നും ഇത്രയില്ല. ഓഫ്. ഇപ്പൊ ഞാൻ വരുമ്പോ ഗുഡ് ബൈ മൈ ലവ് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും എന്റെ ലവ് ആയേ. എനിക്കിങ്ങനെ ഇവര് ചുമ്മാ പറയണത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇവരുടെ ഒക്കെ വിചാരം ഇന്ത്യയിലുള്ള എല്ലാരും പ്രിൻസസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ. അപ്പൊ അമാൽഫിന്ന് ഇനി ഞാന് രാവെല്ലോ എന്ന് പറഞ്ഞ പ്ലേസിൽ പോവാണ്. കാരണം അമാൽഫിയിൽ ഇത് ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മോസ്റ്റ്ലി. പിന്നെ ഒരു ബോട്ട് റൈഡ് എടുത്തിട്ട് ഗ്രൊത്തോ എമറാൾഡോ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അതായത് ലൈക്ക് ഗ്രൊത്തോ എന്ന് വെച്ച കേവ്സ്, എമറാൾഡ് കേവ്സ്. അപ്പൊ അവിടെ വേണമെങ്കിൽ പോവാം. പക്ഷെ ഞാനിപ്പോ ഇവിടെ നിന്ന് അത് ബോട്ട് റൈഡ് എടുക്കുന്നില്ല. കാരണം ഒന്നാമത് ഉച്ചയാണ്, അപ്പൊ ഉച്ചയ്ക്ക് എടുക്കണില്ല. പിന്നെ വേറെയും കുറെ ഇങ്ങനത്തെ കേവ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ഏതെങ്കിലും ഒന്നിൽ നോക്കിയിട്ട് ഞാൻ പോവും ഇനി വരും ദിവസങ്ങളില്. ഞാൻ അമാൽഫിന്ന് റൊവെല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അതും ഇതുപോലെ ഒരു കോസ്റ്റൽ സൈഡാണ്. ഐ മീൻ ഇതെല്ലാം പല പല കോസ്റ്റാണ് കേട്ടോ ഞാൻ ഈ പറയണതൊക്കെ. സോ കണ്ടോ, എന്തോ ഞാൻ പറഞ്ഞില്ലേ ഈ ലെമൺ ചെടികളൊക്കെ കണ്ടോ. ആക്ച്വലി ഞാൻ എൻ്റെ തല വെച്ചാൽ ഫുള്ള് ചുരമാണ്. എനിക്ക് ചുരം കയറുമ്പോൾ എപ്പോഴും പ്രശ്നമാണ്. അപ്പം എനിക്കിങ്ങനെ അപ്പം റവല്ലൂരിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വേറെ ബസ്സിൽ വന്നു. അപ്പം എനിക്ക് മൊത്തത്തിൽ ഇപ്പം എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട്. നല്ല മൂഡിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തേനെ. പക്ഷെ എനിക്ക് വയ്യ. സോ ഇവിടെ
വെല്ല റുഫോലോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേർത്ത് ആണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ടോ, 100 പീസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ. ഞാനിന്ന് ഹോസ്റ്റലിൽ ഒരു കുട്ടീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞു റവല്ലോയിൽ ഈ വില്ല കൊള്ളാം, ഇന്നലെ അവർ അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം നമുക്കിഷ്ടാവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്താ ഞാൻ ടിക്കറ്റ് എടുത്തു. 8 യൂറോ ആണ് ഒരാൾക്ക്. അപ്പം ഇതാണ് എൻട്രൻസ്. ഓക്കെ, ഈ വില്ല റുഫോലോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഞാൻ റവല്ലോയിലാണുള്ളത്. ഇതൊരു 13th സെഞ്ച്വറി മൂറിഷ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ അമാൽഫി കോസ്റ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ കൊണ്ടും ഇതൊരു നല്ലൊരു, ഐ മീൻ ഇവിടെ ഒരു വില്ല, ഇവിടെ ഒരു വ്യൂ, അതിന് മൊത്തത്തിൽ നല്ലൊരു ഇതല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇനിയാണ് നമ്മളിതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. പല പല സെഷൻസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഓരോ സെഷനായിട്ടാണ് ഈ വില്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോയത് ഓവൻസ് ഏരിയ, ഓവനില്ലേ, ഓവൻ യാ, അവിടേക്കാണ്. ഇനി വേറൊരു സൈഡിൽ എൻറ്റർ ചെയ്യാം. വാവ്, ഒരു റോയൽ ഫീലില്ലേ ഇവിടെ ഈ ഒരു സൈഡ് കാണുമ്പോൾ. ഇതിൻ്റെ മേലെയും കയറാൻ വേണ്ടി പറ്റൂട്ടാ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതാണെന്ന് തോന്നുന്നുണ്ട് മേലെ. അപ്പോൾ ഇവരിവിടുത്തെ മൊത്തം സെഷനും ഇതുപോലെ മ്യൂസിയത്തിനായിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. ആദ്യം കാണിച്ച പെയിൻറ്റിങ് അവിടെയായിരുന്നു, പിന്നെ അത് ഇവിടെയാണ് പ്രതിമ. ഇനി ഇതിൻ്റെ മേലെ പോകണം. ഈ സ്റ്റെപ്സൊക്കെ കുലുങ്ങുന്ന ആൾക്കാർ നടക്കുമ്പം. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഇതിനൊരു ഫ്ലോറും കൂടി മ്യൂസിയം ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിവിടെ ഈ ഫുൾ വ്യൂവിന് പറ്റിയ സാധനം കേട്ടോ. വെറുതെ എല്ലാവരും ഇവിടെ കയറണേ. അയ്യോ, മൊത്തത്തിലൊരു 360 ഡിഗ്രി വ്യൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓ, ഈ ഒരു ഏരിയ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ആകാശത്തിൻ്റെ ആ ഒരു കളർ കോമ്പോയും കടലിൻ്റെ ആ ഒരു നീലയും, എൻ്റെ പൊന്നോ. അപ്പോൾ അവിടുന്ന് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങി, ജസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവർ ഈ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്റ്റെപ്സ് നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ ഈ ഒരു ഇതുപോലെ ചെറിയൊരു പോണ്ടെന്ന് പറയാൻ പറ്റുമോ ഇതിന്, അറിയണോ. സോ ഇങ്ങനൊരു സംഭവമുണ്ട്. എന്തായാലും നല്ല രസമുള്ളൊരു വില്ല കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് പോലെ തോന്നുന്നുണ്ട്. ഇതുവരെ ഞാൻ പോയ കാസിൽസ് അല്ലെങ്കിൽ വില്ലാസ് അങ്ങനത്തെ ഒക്കെ കണ്ടു വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. മേ ബി പറഞ്ഞ പോലെ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആയതുകൊണ്ടുള്ള ആ ഒരു ഡിഫറൻസും ആയിരിക്കാം. ലൈക്ക് ഓരോ സ്റ്റൈലിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ റൊമാൻസ്ക്യൂ ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഓരോ മേ ബി ആർക്കിടെക്ചർ ചെയ്യണ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടെ ഈ ഇതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ, ലൈക്ക് വെതർ കാരണം കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഡിസ്ട്രോയിഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവരത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അവരവിടെ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് ഇവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവർ ഈ മറ്റേ ഫ്ലവേഴ്സ് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക. ഐ മീൻ ഇത് വെതർ കാരണം പോയതാണ്. അപ്പോൾ അതൊക്കെ അവർ പിന്നെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു സൈഡ് ഓഫ് ദി ഇതാണ് കോസ്റ്റൽ സൈഡ് വില്ലേന്ന് നോക്കുമ്പോൾ ഉള്ള. ഞാനത് കാണിച്ചു തരാം.
നമുക്ക് എന്ത് രസത്തിലല്ലേ അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ സ്റ്റെപ്സ് ഉണ്ട് താഴേക്ക് പോകാനായിട്ട്. അവിടെയും ആക്സസിബിലിറ്റി ഉണ്ടല്ലേ, കണ്ടോ താഴെയോ, എന്ത് രസമാ. ഇപ്പുറത്തെ സൈഡിലും വേറെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറക്കാം. അപ്പുറത്ത് രണ്ടുപേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പോണേ. മൊത്തത്തിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യണ ഒരു വില്ല കേട്ടോ. പൊതുവേ കാസിൽസിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ നിഗൂഢതകളൊക്കെ അല്ലേ നമുക്ക് തോന്നാറ്. ഇത് കാസിലായിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു മേ ബി ഈ പറഞ്ഞ പോലെ യൂഷ്വലി ഉള്ള സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഇതുപോലെ സീ സൈഡ് കുറച്ചും കൂടെ തുറന്നിരിക്കുന്നത്, അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു ഫീൽ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഉള്ളിൽ എന്താണോ ഇവിടെ എനിക്ക് അത്ര നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറുന്നില്ല. ഒന്നുമില്ല, ഇത്ര ഉള്ളൊരു ഹോളേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഒരു കുഞ്ഞി പാസേജ്. എങ്കിലും ഇതുപോലെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ അമാൽഫി ഇസ് എ ഓവർ റേറ്റഡ് പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനിത് കേട്ടിട്ടുണ്ട്, എന്നാലും ഞാനായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. എന്താണെങ്കിൽ ഇവിടം വരെ വന്നു, അപ്പോൾ പിന്നെ പോയിട്ട് കാണാം എന്നുള്ള രീതിക്കാണ്. പിന്നെ ഈ റവല്ലോ അത് ഞാൻ അധികം കേട്ടിട്ടില്ല. കമ്പയർഡ് ടു അമാൽഫി ഇവിടെ ക്രൗഡും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് അമാൽഫിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്ന അറിയില്ല, പക്ഷേ കണ്ടെടുത്തോളം എനിക്ക് ഇവിടുത്തെ സീനിക് വ്യൂസൊക്കെ എനിക്ക് ഇവിടുത്തെ ഇഷ്ടമായി. കുറച്ചും കൂടെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുണ്ട്. അമാൽഫി ഈസ് ലൈക്ക് വെരി ടൂറിസ്റ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും വേറെ ഒരു കാസിൽ കൂടി ഉണ്ട്, അവിടെ ഞാൻ പോയില്ലോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേക്ക് ചുരം പ്രശ്നമാണ്. അപ്പം ഇന്നെൻ്റെ സെക്കൻഡ് ഡേ ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് നല്ല എന്താ പറയുക, തലവേദനയും ഛർദി വരണ പോലെയൊക്കെ ഉണ്ട്. ചുരത്തിൻ്റെ പ്രശ്നമാണ് എനിക്ക്. എപ്പോൾ ചുരം കയറിയാലും ഉണ്ടാകുന്നൊരു ഫീലാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ബാക്കിയുള്ള ദിവസം ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയില്ല. സോ ലെറ്റ്സ് സീ. ഇവർ ബെഞ്ചസ് വിട്ടിട്ടുണ്ട്, നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കടലിലേക്ക് ഇത്ര വേണമെങ്കിലും നോക്കിയിരിക്കുകയും ചെയ്യാം. നല്ല വ്യൂ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. കണ്ടോ, ഇതിവിടെ വേറെ സ്റ്റെപ്സ് ഉണ്ട്, മേലെ കൂടെ വേറെ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ അതിലൂടെയാണ് വന്നത് ഇങ്ങോട്ടേക്ക്. അയ്യോ. പിന്നെ വേറൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ അമാൽഫിയിൽ വരുവാണെങ്കിൽ സലേർണോന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെറി എടുക്കാം. കാരണം ബസ്സിൻ്റെ ടൈമിങ് ഞാൻ 2 മണിക്കൂറോളം, ലൈക്ക് മോർ ദാൻ 1.5 hours ഞാൻ സലേർണോന്ന് അമാൽഫിക്കുള്ളത് വെയിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ അമാൽഫിയിൽ നിന്ന് ഞാൻ റൊവല്ലോയും ബസ്സിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ബസ് വരണില്ല, ഈ ഓൾമോസ്റ്റ് 1.5 hours അവിടെയും ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെറി ഓൾട്ടർനേറ്റീവ് നോക്കാം. ഞാൻ ബസ് എടുക്കാനുള്ള കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അമാൽഫി ഈസ് കൈൻഡ് ഓഫ് നിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതായത് എനിക്ക് പോസിത്താനോ എന്ന് പറഞ്ഞ പ്ലേസിൽ പോകണമെന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഫെറിയും ഇതിപ്പോൾ കാരണം ഫെറി ഈസ് ലൈക്ക് ഓൾസോ എക്സ്പെൻസീവ്. ഇതിപ്പോൾ ഞാൻ ഫുൾ ഡേ ബസ് പാസിന്, അത് 24 hours എനിക്ക് 10 euros ഞാൻ കൊടുത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് നാളത്തേക്കും യൂസ് ചെയ്യാം. കാരണം എൻ്റെ വാലിഡേഷൻ ചെയ്തത് ഒരു അത്ര ഏർലി മോർണിംഗ് അല്ലല്ലോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സൊറൻറ്റോയിലേക്ക് വേണമെങ്കിലും ആ പാസ് വെച്ചിട്ട് പോവാം. എന്നുവെച്ചാൽ ഇത് എല്ലായിടത്തേക്കുമുള്ള പാസ്സാട്ടോ, ഈ സീത സുഡ് ബസ് എന്നുള്ള പാസ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ. പിന്നെ വേറൊരു റീസൺ, ഇത് സീസൺ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ ഈസ്റ്റർ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ടും ഇത്രയും തിരക്കുള്ളത് കൊണ്ടുമായിരിക്കാം ഈ ഒരു പ്രശ്നം. ബസ്സിൻ്റെ തിരക്ക്, ബസ് നിർത്താത്ത അങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ചുരമാണല്ലോ ഭയങ്കര. അപ്പോൾ നമുക്കൊരു ലിമിറ്റിൽ കൂടുതൽ ആൾക്കാരെയും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ടും ബസ് ഫുള്ളാണ്. ഞാൻ വീഡിയോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ, സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു. ഇത് വേറൊരു സൈഡ് ഓഫ് ദി വില്ലയാണ്. എങ്ങനെയൊക്കെയല്ലേ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും. പക്ഷെ ഇതിൻ്റെ സ്റ്റോറി എന്താ, ഹിസ്റ്ററി എന്താണെന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്നും എഴുതി വെച്ചാൽ കാണുന്നില്ല. ടൻ 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 ടൻ. ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാവരും കടലിൻ്റെ അടുത്താണ്.
ആക്ച്വലി യെസ്റ്റർഡേ എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചു എന്താ പറയുക, നമ്മളിങ്ങനെ ഞാൻ മിലാൻ എന്ന് പറയുമ്പോൾ മിലാനിലൊന്നുമില്ല, എവിടെയൊന്നുമില്ല, റോമിനേക്കാൾ എനിക്കിഷ്ടമായത് വേറൊരു ഓസ്ട്രേലിയയിലെ ചെക്കനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു റോമിനേക്കാൾ അവന് ഇഷ്ടമായത് മിലാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ ഹോസ്റ്റലിൽ രാത്രി. അന്നേരം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്താണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോകാനിഷ്ടം. അപ്പം ഞാൻ പറഞ്ഞത് ഐ നീഡ് സ്റ്റോറി. ഇപ്പോൾ ഈ സ്റ്റോറി എന്നുള്ള കാര്യം ഞാൻ വേർഡ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് പറയുകയാണേ. ഐ നീഡ് സ്റ്റോറി. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഇവിടെ അതൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നടന്ന സ്ഥലമാണോ ഇത്. ഐ മീൻ നേച്ചർ ഈസ് ഓൾവേസ് ദെയർ. ഇപ്പോൾ വാട്ടർഫോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഐ മീൻ ഇതെൻ്റെ വ്യൂ പോയിൻ്റ് ആണ്, ആർക്കൊക്കെ എഗ്രി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ അക്കോർഡിംഗ് ടു മീ നമുക്ക് ആ ഒരു സ്റ്റോറി, ആ ഒരു എസെൻസ്, ഇപ്പോൾ വാറാണെങ്കിലും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആർക്കിടെക്ചറലി മാർവലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതുപോലെ ഈ ഒരു പ്ലേസ് കാണുമ്പോൾ എനിക്ക് ഹംപിയിൽ പോയപ്പം ക്വീൻസ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒക്കെ കാണാൻ വേണ്ടി താഴെ ഇറങ്ങില്ലേ, അയ്യോ ഇനി വേലക്കാരുടെ കാര്യമായിരിക്കുമ്പോഴാണ് സ്റ്റെപ്പ് കയറി മതിയായി. ഇതിൽ അരച്ചി കാസിലും പോയതാന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇത്ര ടയേർഡായത്. അത് ഏത് ദുനിയാവാണോ ആവോ. പണ്ടത്തെ ആൾക്കാരൊക്കെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ. നമ്മളാ വ്യൂ പോയിന്റിൽ പോയി കണ്ടില്ലേ, അപ്പം അതിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെയാട്ടോ പോകേണ്ടത്. ഇതിപ്പം അങ്ങനെയൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇതിലൂടെയാണ് എക്സിറ്റ് അടിച്ചത്. സോ ഇനി ഇതിലൂടെ ആയിരിക്കും പുറത്തുള്ളൊരു എക്സിറ്റ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ അവിടെ നിന്നൊക്കെ ഉള്ള സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നു ഇനി ഇതിപ്പം എക്സിറ്റ് അടിക്കണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കാം. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു പ്ലേസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് വേറെ ഒരു സ്ഥലമാണ്. ഇതിനൊക്കെ എന്താണെന്നുള്ളൊരു ബോർഡിൽ അങ്ങനെ എക്സ്പ്ലനേഷൻ ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഐ ആം ഓൾസോ നോട്ട് ദാറ്റ് ഷുവർ ഓഫ് എക്സ്പ്ലെയിനിങ് ഇറ്റ്. ഇവിടെയൊക്കെ കണ്ടോ എത്ര വീടുകളാന്ന് നോക്കിക്കേ. എന്തായാലും കൊള്ളാം കേട്ടോ ഈ സ്ഥലം. മോറോർലെസ് ഇതൊക്കെയാണ് ഈ കാസിൽ, സോറി ഞാൻ പിന്നെ കാസിൽ എന്ന് പറയണു, ഈ വില്ലയിൽ കാണാനുള്ളത്. ഇപ്പോഴും ആൾക്കാർ വന്ന് ടിക്കറ്റ്സ് എടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയില്ല, സമയം ഇപ്പം ഓൾമോസ്റ്റ് 3:30 കഴിഞ്ഞു. ബസ് ഇനി എപ്പോഴാണെന്നൊന്നും അറിയില്ല. അതിന് അടുത്ത തലവേദനയാണ്. കണ്ടോ വില്ലയിൽ ഞാൻ കണ്ടു ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തിട്ട്. ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിലും കണ്ടു ഇങ്ങനെ നിറയെ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അവിടെയും കാണാതെ. മൊത്തത്തിൽ ഈ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കുറേ നിറയെ മരങ്ങൾ, ചെടികൾ എല്ലാം ഉണ്ട്. പിന്നെ ഈവൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിലും ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് അവർ കളഞ്ഞിട്ടില്ല. അതായത് ഈ നമുക്ക് ഒരു നാട്ടിൽ വരുമ്പോൾ ഉള്ള ഇതുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചില സമയം നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പം ഭയങ്കരമായിട്ട് അതങ്ങ് മാറി മോഡേണൈസ് ചെയ്ത് അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ കണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റും അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നേച്ചറിൻ്റെ കൂടെ തന്നെ അവർ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ലുക്സ് ഗുഡ്. ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നറിയോ, നമുക്ക് ഈ ടണലിലൂടെ നടക്കുമ്പോൾ തണുപ്പാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരി നല്ല വെയിലുണ്ടല്ലോ, വെയിലത്ത് പോയിട്ടിരിക്കാമെന്ന്. അപ്പോൾ വെയിലത്ത് പോയിട്ടിരിക്കുമ്പം ചൂടല്ല, നല്ല സുഖമാണ് വെയിലത്തിരിക്കാൻ. കാരണം ഒരു തണുപ്പെന്നുള്ളൊരു ചൂടുണ്ടാകുമ്പോഴുള്ളൊരു സുഖമില്ലേ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മുഖത്തടിച്ച് കണ്ണും തുറക്കാൻ പറ്റില്ല, തലവേദന എടുത്തിട്ട് ഒന്നും പറയണ്ട, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഐ തിങ്ക് ഞാൻ ഇവിടെ നിന്ന് ഇനിയിപ്പം വിടും എന്നുള്ളത്. കാരണം ഇനിയിപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇനിയെങ്ങാനും ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. സോ ബസ്സിൻ്റെ ഇതുവരെയുള്ള ഫ്രീക്വൻസി വെച്ചിട്ട് രാവിലെ തൊട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റവല്ലോന്ന് അമാൽഫി പോയിട്ട് വേണം തിരിച്ച് സലേർണോയിൽ എത്താനായിട്ട്. കാരണം ഇന്ന് ഞാൻ സലേർണോയിലാണ് സ്റ്റേ ചെയ്യുന്നത്. തിരിച്ച് ഞാൻ ബസ് എടുത്തു. ഇനിയിപ്പം റവല്ലോന്ന് അമാൽഫിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടുത്തെ ബോർഡ് ഉണ്ട്. ഞാൻ അധിക സമയം അവിടെ നിൽക്കുന്നത് നന്നായി. എന്തുകൊണ്ടും കാരണം ഈ ബസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ലക്കിലിയാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ്. ബസ് നിർത്തിയപ്പോൾ തന്നെ എനിക്ക് വാതിലിൻ്റെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി തോന്നിയത്. സോ ഭാഗ്യത്തിനാണ് കയറാൻ വേണ്ടി പറ്റിയത്. ഭയങ്കര ബഹളവും തിരക്കുമാണ് ഇവിടെ.
ഇത് ഇങ്ങനെയല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തത്തില്ല ഹോസ്റ്റലിൽ. അതുകൊണ്ട് അയ്യോ എങ്ങനെയൊക്കെ എനിക്ക് ഹോസ്റ്റലിൽ എത്തിയാൽ മതി. ഇതായിപ്പോൾ ഒന്നാമത് തലവേദിച്ചിട്ട് വയ്യ, അതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ തിക്കും തിരക്കുമാണ് ഫുള്ള്. ഞാനങ്ങനെ അമാൽഫിന്ന് ബസ് എടുത്തിട്ട് ദേ ഇപ്പം എൻ്റെ സലേർണോയിലെത്തി, ഹോസ്റ്റലിൻ്റെ അവിടെ. എനിക്ക് അറിഞ്ഞൂടെ കയറിയത് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞു ഞാൻ ഏതോ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞെട്ടി എണീറ്റ് എൻ്റെ ലൊക്കേഷൻ നോക്കി ഇനി മാറിപ്പോയത്. അങ്ങനെയും എനിക്ക് അയ്യോ പറയേണ്ട തലവേദന എടുത്തിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇപ്പോൾ കബാബ് ഷോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശക്കുന്നൊന്നുമില്ല, പിന്നെ ഫുഡ് കഴിക്കാണ്ട് ഇനി എനിക്ക് അറിഞ്ഞൂടെ ഇനി അതിൻ്റെ ഒരു ക്ഷീണം കൂടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചേക്കാം. എനിക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. കഴിച്ചിട്ട് വേഗം പോയി കടന്നുറങ്ങിയിട്ട് ക്ഷീണം മാറുമായിരിക്കും. ക്ഷീണമല്ല, നമ്മളെങ്കിൽ തലവേദന, ഒരു ഓക്കാനും അതിനെന്താ പറയുക, ഒരു ഛർദി വേറെ ഒരു സുഖമില്ലാത്തൊരു ഫീല്. എൻ്റെ കബാബ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒനിയനും കുറച്ച് സ്പൈസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. Costa d'Amalfi GP in un'esclusiva confezione con una sacca Porsche di crema pasticcera. അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ കയറുകയാണ്. ഇനി ഒന്ന് തല കുളിച്ച് എണ്ണയൊക്കെ തേച്ച് നിന്ന് കുറച്ച് തലവേദന കുറയായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ചാ ചാ.